ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതേ അളവ് തന്നെ പാലെടുത്തിട്ട് അതിലേക്ക് വീഴ്ത്തി കൊടുക്കുക. ഞാൻ നോക്കിയിട്ടാണ് വീഴ്ത്തുന്നത്. ശേഷം നല്ലോണം ഇളക്കുക. അതിൻ്റെ കട്ടിയോ ഒന്നും പാടില്ല. അതുവരെ നല്ലോണം ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇതേപോലെ നല്ല ഇളക്കി കഴിഞ്ഞാൽ സ്റ്റൗ ഓണാക്കുക. സ്റ്റൗ ഓണാക്കിയിട്ട് നിങ്ങൾ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. അത് പാത്രം ചൂടാകുമ്പോഴേക്ക് നിങ്ങൾ അതിലേക്ക് എന്തൊഴിച്ച് കൊടുക്കണം? പാലൊഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് പാൽ എന്തായാലും നിർബന്ധമായിട്ട് വേണം കേട്ടോ. കപ്പ് പാലെടുത്തിട്ട് പെട്ടെന്ന് ചൂടാവേണ്ട ഒരു ഐഡിയ പറഞ്ഞിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. പെട്ടെന്ന് ചൂടാവും. ഇവിടെയെല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് പഞ്ചസാര അപ്പം തന്നെ തിളക്കും. ഒരു മിനിറ്റോളം തിളച്ച് കിട്ടും. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ കസ്റ്റാർഡ് പൗഡർ, ആ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾ കൈ വിടാനേ പാടില്ല. കൈ വിടാണ്ട് ഇളക്കി കൈ വിട്ടാൽ പിന്നെ പോയി ഒരു കട്ടി രൂപത്തിൽ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി മാക്സിമം 2 മിനിറ്റെങ്കിലും നല്ലോണം ഇളക്കി വെക്കുക. 2 മിനിറ്റ് ഇളക്കി വെച്ച ശേഷം ഇതുപോലെ ഉണ്ടാവും 2 മിനിറ്റ്സ്. അതുപോലെ 2 മിനിറ്റ്സ് നല്ലോണം ഇളക്കി വെക്കുക. ഇതേപോലെ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടും സംഭവം. ഇതേപോലെ കിട്ടും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ്സും അങ്ങനത്തെ എല്ലാം ചേർക്കാം. പക്ഷെ നമുക്ക് അതൊന്നും ഇഷ്ടമില്ലാത്ത നമ്മൾ ചേർക്കാണ്ടിരിക്കുന്നത് വെച്ചാൽ. അപ്പോൾ ഇതേപോലെ ചേർത്ത് നല്ലോണം ഇതാക്കുക. അതിലേക്ക് നമ്മൾ ഏതാണ് ആക്കേണ്ട ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എടുക്കുന്ന ഫ്രൂട്ട്സ് പൊമഗ്രനേറ്റും പിന്നെ അത്യാവശ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തത് പൈനാപ്പിൾ ഞാൻ ഷുഗറിലിട്ടിട്ടൊന്ന് ഇതാക്കിയിട്ടാണ്. അതിൻ്റെ കപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എടുത്തത് ആപ്പിളാണ്. ഇതിൻ്റെ തേച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ടോ അത്രത്തോളം ഫ്രൂട്ട്സ്, വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും എടുക്കുക. ജസ്റ്റ് ഓറഞ്ചൊന്നും എടുക്കറേ, ആ ഫ്രൂട്ട്സ് എല്ലാം എടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നേന്ത്രപ്പഴാട്ടോ. നേന്ത്രപ്പഴം നേരത്തെ നേന്ത്രപ്പഴാട്ടോ ഇട്ട, സോറി. ഇപ്പോൾ ആപ്പിൾ ഇട്ട് കൊടുത്തു. ആപ്പിൾ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പിസ്തയാട്ടാ. പിസ്ത ഇട്ട് കൊടുക്കുക. പിന്നെ ബദാം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ഈത്തപ്പഴത്തിൻ്റെ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ആദ്യം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതാണ് ഗായ്സ് ഏറ്റവും നല്ല രസമുള്ള പരിപാടിയാണ് അടുത്ത ഐസ്ക്രീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിൽ വെക്കാം. നിങ്ങൾ എപ്പോഴാണോ അത് തിന്നുന്നത് അങ്ങനെ വെക്കാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഇളക്കണം. ഐസ്ക്രീമിൻ്റെ കട്ടികളെല്ലാം പോകാൻ വേണ്ടി നല്ലോണം ഇളക്കുക. ചില ആൾക്കാർ ഐസ്ക്രീം ഇടില്ല, ഫ്രൂട്ട് സലാഡിൽ ഐസ്ക്രീം ഇടാണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഇട്ടിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമിൻ്റെ കട്ടകളൊന്നും പാടില്ല കേട്ടോ. അതുവരെ നല്ല കുത്തി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും പൈനാപ്പിൾ ഇതേപോലെ ആക്കാൻ മറക്കരുത് കേട്ടോ. ഷുഗറിൽ എന്തായാലും അത് ആക്കണം. എല്ലാം അതിൻ്റെ ഒരു കപ്പും കാര്യങ്ങളും എല്ലാം വരും കേട്ടോ. നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം തിന്നാൽ വീണ്ടും തിന്നു നോക്കുക. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.